ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മധുരത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. വെറും 2-3 ചേരുവകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വെറും 5 മിനിറ്റ് മതി. നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡെസേർട്ടാണിത്. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പോളമുള്ള അരിപ്പൊടിയാണ് കേട്ടോ. ഇത് നമ്മൾ പാക്കറ്റിലൊക്കെ മേടിക്കുന്ന അരിപ്പൊടിയാണ്. അപ്പോൾ ഇത് വറുത്ത അരിപ്പൊടി തന്നെയാണ്. ഇനി വറുക്കാത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇനി 1 കപ്പ് അരിപ്പൊടി എന്ന് പറയുന്നത് ഏകദേശം 200 ml മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു 1/4 കപ്പോളം ഉള്ള ചെറു ചൂടുവെള്ളം. ഒരിക്കലും വെള്ളം ഒത്തിരി ഭയങ്കര ചൂടാവരുത്, അതുപോലെ തന്നെ തീരെ ചൂട് കുറവും പാടില്ല. ഒരു ചെറു ചൂടുവെള്ളമാണ്, നമ്മൾ ലൂക്ക് വോം വാട്ടർ എന്നൊക്കെ പറയും. ചെറു ചൂടുവെള്ളത്തിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു 1/4 കപ്പാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സ്പൂൺ വെച്ച് അത്യാവശ്യമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള അല്പം കൂടെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കുട്ടിയപ്പം ഉണ്ട്, ആ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ഇളക്കണം. എങ്കിലാണ് ഇതിനകത്തൊക്കെ എന്തെങ്കിലും എയർ ബബിൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1 മിനിറ്റോളം എടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കൈ വെച്ചിട്ട് കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്കിതൊരു സാധാരണ നമ്മൾ അപ്പം, വെള്ളയപ്പം, കള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ മാവിൻ്റെ കൺസിസ്റ്റൻസി അല്ല നമ്മൾ ഇതിനെടുക്കുന്നത്. ഇതല്പം വാട്ടറി കൺസിസ്റ്റൻസിയാണ്. അതായത് നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി വെള്ളം പോലെയല്ലേ നമ്മൾ എടുക്കുക, ആ ഒരു പരുവത്തിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇതിനകത്ത് അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിക്കാം. കണ്ടോ, ഇതിങ്ങനെ കോരി ഒഴിക്കുമ്പം ഇച്ചിരി ഒരു വെള്ളം പോലെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ. അത് നമുക്ക് നമ്മുടെ ഈ ഒരു അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരാനും നല്ല ഫ്ലഫി ആയിട്ട് വരാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. അല്ലാതെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്താൽ മതിയാവും. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്, ബേക്കിംഗ് സോഡ അല്ല കേട്ടോ. അത് ബേക്കിംഗ് സോഡ ഒരിക്കലും ചേർത്തേക്കരുത്, ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ കോക്കനട്ട് ഓയിൽ, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ നമ്മളിതിനകത്ത് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, പക്ഷേ ആ തേങ്ങയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം അല്പം സൺഫ്ലവർ ഓയിലും ഇതുപോലെ തന്നെ 1 ടീസ്പൂൺ കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബാറ്റർ. ഇനി നമുക്കിത് ഉണ്ണിയപ്പച്ചട്ടിയിൽ ആണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ണിയപ്പച്ചട്ടിക്ക് പകരം ഈ സാധാരണ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു അപ്പച്ചട്ടിയിലാണെന്നുണ്ടെങ്കിലും കുറച്ച് ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പം ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ നല്ല കുഞ്ഞ് എന്താ പറയുക, ഒരു കുഴിയപ്പം പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടി എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കുഴിയപ്പച്ചട്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് അല്പം വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കാരണം അരിപ്പൊടി ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ താഴെ ഇങ്ങനെ അടിഞ്ഞു കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ എല്ലാ കുഴികളിലും ഒന്ന് ഒരു 1/4 ഭാഗം എന്ന് പറയുന്നത് അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമുക്ക് ആ ഒരു കുഴി ഉള്ള ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
ഇതാ അപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് കണ്ടോ, നല്ല ഭംഗി, ഇത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, അത് പെട്ടെന്ന് കഴിഞ്ഞു പോയത്. അപ്പോൾ അതാ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കുഞ്ഞപ്പം ഇവിടെ റെഡിയാണ്. ഇത് തിരിച്ചിട്ട് കൊടുക്കൊന്നും വേണ്ട, നമുക്കിത് വേറൊരു പാത്രത്തിനകത്തോട്ട്, ഇതൊന്ന് സെർവിങ് ബൗളിനകത്തോട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമുക്കിനി ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതിനായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മാവ് നമ്മൾ രണ്ടാമതോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒഴിക്കുമ്പോൾ മാവ് നന്നായിട്ടൊന്ന് നമ്മുടെ ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പം ഞാൻ കുറച്ച് നേരം അത് മാറ്റി വെച്ചപ്പോഴത്തേക്കും ഈ അരിപ്പൊടിയൊക്കെ താഴെ വന്നിങ്ങനെ അടിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഒന്ന് ശ്രദ്ധിക്കാതെ ജസ്റ്റ് അങ്ങ് കോരി ഒഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിന്നായിട്ട് ഒട്ടും ഭയങ്കര വെള്ളം പോലെ ഇരിക്കും നമ്മുടെ ആ ഒരു കുഞ്ഞപ്പം. അപ്പോൾ അത് സൂക്ഷിക്കുക. പിന്നെ ഇതെന്ന് പറയുന്നത് പീത്ത എന്നൊക്കെയാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് പീത്ത എന്നാണ്. ഇത് എന്താ പറയുക, ഇതൊരു മധുരത്തിനായിട്ടാണ് നമ്മൾ സാധാരണ പായസമൊക്കെ കഴിക്കുന്ന അതേപോലെ തന്നെ കഴിക്കാവുന്ന ഒരു വ്യത്യസ്തമാർന്നിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. ഇത് അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട് മുന്നോട്ട് പോകുന്തോറും. അപ്പോൾ അതിന് നമ്മൾ ശർക്കരയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എപ്പോഴും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബേക്കറി പ്രൊഡക്ട്സ് ഒന്നും മേടിക്കാതെ ഇതുപോലത്തെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യമൊക്കെ എന്നും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പം പിന്നെ അരിപ്പൊടി കൊണ്ടാണെന്നുള്ളതാണ്, നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ് ഈ അരിപ്പൊടി. അപ്പോൾ അത് വെച്ചിട്ടുമാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ റെഡിയാണ്. നമ്മുടെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. കുഞ്ഞൊരു കുഴി പോലെയൊക്കെ ഇങ്ങനെ കുട്ടിയപ്പം എന്നോ ചിന്നപ്പം എന്നോ എന്ത് വേണമെങ്കിലൊക്കെ വിളിക്കാം. അപ്പോൾ ഇതാ ഇവിടെ കുഞ്ഞുങ്ങൾ ഇതിനെ ഫ്ലവർ പോട്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുക. അതിനകത്ത് ഇപ്പം നമ്മളിതൊരു എന്താ പറയുക, ഒരു പാലിനകത്ത് മുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആ പാലിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർണ്ണത വരത്തുള്ളൂ. അപ്പോൾ അതാ ഞാനിതൊന്ന് മാറ്റിയെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ നമ്മുടെ അപ്പങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ ഒഴിക്കാനുണ്ടായിരുന്നു. ഞാനത് എൻ്റെ മോൾക്ക് ആമിക്ക് ഇത് തന്നെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമുക്ക് ഇത് മുക്കി വെക്കാനായിട്ട് ഒരു കാര്യം തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് 1/2 ലിറ്ററോളം പാലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാലിനകത്തോട്ട് ഞാൻ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കയുടെ കുരു ഒന്ന് നിങ്ങൾക്ക് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തന്നെയോ ചേർത്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ പാൽ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലൊക്കെ ഇങ്ങനെ ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ മിൽമ പാൽ അല്ലെങ്കിൽ നല്ല ഫാറ്റി ആയിട്ടുള്ള പാല് മേടിക്കാൻ നോക്കുക. അതായത് ഫുൾ ഫാറ്റ് മിൽക്ക് ആയിട്ടുള്ളത് മേടിക്കാൻ നോക്കുക. അതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഇതിന്. അപ്പോൾ ഇനി നമുക്കിത് തിളച്ച ഉടനെ തന്നെ നമ്മുടെ ഫ്ലെയിം ലോയിലാക്കിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ആ ഫുൾ ടൈം ലോയിലാക്കണ്ട, ഇടയ്ക്ക് ഒന്ന് മീഡിയത്തിലാക്കുക, എന്നിട്ട് പിന്നെ ലോയിലോട്ടാക്കുക. അങ്ങനെ നമുക്ക് ഈ പാലിൻ്റെ കട്ടിയൊന്ന് കൂട്ടണം. അപ്പോൾ കട്ടി കൂടുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറയും. അപ്പം ഇതാ ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള പാടകളൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ പാലിവിടെ നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഇച്ചിരി കുറഞ്ഞ് നല്ല തിക്കായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തോട്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന്. ഞാനിവിടെ ഒരു അരക്കപ്പിന് ഒരു 1/4 കപ്പ് എന്ന് പറയാം, 1/4 കപ്പോളമുള്ള ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അന്നേരം ആ ഒരു ചൂടിനകത്ത്, പാലിൻ്റെ ചൂടിനകത്ത് ഈ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ശർക്കര വേണ്ട, അതിന് പകരം പഞ്ചസാരയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഏലക്കൊക്കെ ഇട്ട ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു 1/4 കപ്പോളം ഉള്ള പഞ്ചസാര ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചൊന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ശർക്കര ചേർത്തത്. മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ രണ്ടും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പഞ്ചസാരയും ശർക്കരയും വെച്ചിട്ട്. പഞ്ചസാരയേക്കാളും ഏറ്റവും നന്നായിട്ട് ഒരു ടേസ്റ്റൊക്കെ കൊടുക്കുന്നത് ശർക്കരയാണ് കേട്ടോ. ശർക്കരയും പാലിലും വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പം ഞാനിപ്പോൾ അല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, മധുരമൊക്കെ കറക്റ്റായിരുന്നു. 1/2 ലിറ്റർ പാലിന് 1/4 കപ്പോളം ഉള്ള ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു സെർവിങ് ബൗളോ അല്ലെങ്കിൽ അത്യാവശ്യം ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. അതിനകത്തോട്ട് നമുക്കിതൊന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപ്പങ്ങൾ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം.
അപ്പോൾ അതാ അപ്പങ്ങളൊക്കെ അവിടെ ഒരു പാത്രത്തിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ശർക്കരപ്പാല് ഒന്ന് അരിച്ചെടുക്കണം. കാരണം ഈ ശർക്കരയ്ക്കകത്ത് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കല്ലോ അങ്ങനെ വല്ലത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുമല്ല ഞാൻ ഏലക്ക അങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്, അതിൻ്റെ കുരു. അപ്പോൾ അതും നമുക്ക് എടുത്ത് മാറ്റണം എന്നുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അത് ഇഷ്ടമല്ല. അപ്പോൾ ഇതാ നമ്മുടെ പാല് ഇവിടെ റെഡിയാണ്, അതുപോലെ നമ്മുടെ ഈ അപ്പവും ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ ഒരു പാല് ഇതിനകത്ത് നന്നായിട്ട് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് പ്രത്യേകിച്ച് പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. അപ്പോൾ എപ്പോഴും ഒരു പുതിയ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ അപ്പം ഈ പറഞ്ഞ പോലെ കുഴിയപ്പച്ചട്ടി മിക്ക വീടുകളിൽ ഉണ്ടാവേണ്ടതാണ്. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തന്നെയും നമുക്കിത് സാധാരണ ഒരു സാധാരണ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിൽ വളരെ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഒഴിച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ഇത് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ നമുക്ക് സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഇനി മുങ്ങിക്കെടുക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇത് ഏകദേശം ഒരു 30 മിനിറ്റ്, ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അതായത് ഇതെല്ലാം നന്നായിട്ട് ഈ പാലിനകത്ത് കുതിർന്ന് നല്ല എന്താ പറയുക, നമ്മൾ ഗുലാബ് ജാമുനൊക്കെ കഴിക്കുന്നത് പോലെ അത്രയും സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതിന് സമയം കൂടുതൽ ഇരിക്കുന്നു അത്രയും നല്ലത്. ഇനി അത് നിങ്ങൾക്ക് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ല നിങ്ങൾക്ക് ഇച്ചിരി തണുപ്പിച്ചിട്ടാണ് കഴിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഒരു 10-15 മിനിറ്റ് തണുപ്പിച്ച് വെച്ചിട്ടാണെങ്കിലും കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊരു കുഞ്ഞ് ഐസ്ക്രീമൊക്കെ നമ്മൾ വിളമ്പി കൊടുക്കുന്ന ഒരു പാത്രത്തിനകത്തോട്ട് 2-3 അപ്പവും അതുപോലെ തന്നെ പാലും ഒഴിച്ച് കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ വിരുന്നുകാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞെന്നാൽ ഒത്തിരി നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.